അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടു. ചക്ക വറുത്തതും കൂടി ഇട്ടു. ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ചക്ക പായസം ഉണ്ടാക്കാം. അതിനുവേണ്ടി ഈ ചക്ക മിക്സി ജാറിൽ ഒന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ മഷി പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല, തരിയായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇതുപോലെ തരിയായിട്ട് വേണം അരച്ചെടുക്കാൻ. തീരെ മഷി പോലെ അരഞ്ഞു പോകരുത്, ഇങ്ങനെ തരിയായിട്ടിരിക്കണം. ഇത് എത്ര കപ്പുണ്ടെന്ന് അളന്ന് നോക്കാം. ഇതിപ്പോൾ 3 കപ്പുണ്ട്. ഇനി ശർക്കര ഉരുക്കാൻ വയ്ക്കാം. 300 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഉരുക്കാൻ വയ്ക്കും. ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോവും. ഇളക്കി കൊടുക്കും. മുന്നൂറ് ഗ്രാം ശർക്കര മതിയാവും. 1 കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തത്. ചക്ക നല്ല മധുരം ഉള്ളതുകൊണ്ട് ശർക്കര കുറച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ഭയങ്കര കട്ട മധുരമായിപ്പോകും. ഓരോരുത്തരുടെയും ആവശ്യം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. ശർക്കര നന്നായിട്ട് അലിഞ്ഞു വന്നു. ഇതിനെ ഇനി മാറ്റി വയ്ക്കാം. 2 തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം എടുത്ത 1-ാം പാലാണ്. 1-ാം പാല് 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 2-ാം പാലാണ്. ഇത് 5 ഗ്ലാസ് പാലുണ്ട്, അത് മാറ്റി വയ്ക്കാം. ഇത് 3 കപ്പ് ചക്കയുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് വേവിക്കാം. ഒന്ന് വെന്തതിന് ശേഷം വേണം ശർക്കര പാനി ഒഴിക്കാൻ, അല്ലെങ്കിൽ ഈ ചക്ക ഒന്ന് കല്ലിച്ചു പോകും. ചെറുതായിട്ടൊന്ന് വേവണം. ഒന്ന് തിളച്ച് വേവുമ്പോൾ ശർക്കര പാനി ഒഴിക്കാം. ഇനി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം.
തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടി കയ്യിലൊക്കെ തെറിക്കും. സൂക്ഷിച്ച് ഇളക്കി കൊടുക്കണം. ചക്ക സീസൺ കഴിയാറായി. ഇപ്പം ചിലയിടത്തൊക്കെ ചക്കകളൊക്കെ തീർന്നു കഴിഞ്ഞ്, ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ, ഇപ്പോഴും ഇഷ്ടം പോലെ ഉണ്ട്. ചക്ക ഉള്ളവർ ഇതൊന്ന് ചെയ്ത് നോക്കണേ. അടിപൊളി പായസമാണ്, നല്ല രുചിയാണ്. ചക്ക ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. കുറച്ച് നെയ്യ്, 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. കുറേശ്ശെ ഒഴിച്ചാൽ മതി. ഇത് വറ്റുമ്പോൾ കുറച്ചുകൂടെ ഒഴിക്കും. തീ കുറച്ച് വെച്ചാൽ പൊട്ടിത്തെറിക്കില്ല. അല്ലെങ്കിൽ തീ കൂടിയിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുന്നത് പൊട്ടി തെറിക്കും. തീ കുറച്ച് വെച്ചാൽ കണ്ട, തീ കുറച്ച് വെച്ചാൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയില്ല. ഇതിന് കുറച്ചുകൂടി ആണ്. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ആദ്യം രണ്ടാമത്തെ തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത്. കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കും. കണ്ടോ, ഇതിലേത് കുറച്ച് കഷ്ണമായിട്ട് കിടക്കുന്നുണ്ട്. ഇതുപോലെ തരിയായിട്ട് അരയ്ക്കണം. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളും കൂടെ അധികം. എന്നിട്ട് നമ്മൾ മഷി പോലെ അങ്ങ് അരച്ച് കഴിഞ്ഞാൽ അത് അത്ര കൊള്ളൂല. അങ്ങനെ ഇത്തിരി തരിയായിട്ട് അരയ്ക്കുമ്പോഴാണ് നല്ല ടേസ്റ്റായിരിക്കും. കുടിക്കുമ്പോഴും നമുക്ക് അത് പായസം കുടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനും കിട്ടും. ഇനി ഇത് മതി. ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം. ആദ്യം രണ്ടാം പാൽ ഒഴിക്കാം. കുറച്ച് ഒഴിച്ച് ഒന്ന് അലിഞ്ഞ ശേഷം ബാക്കിയും കൂടി ഒഴിക്കാം. ഇനി മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാം. അഞ്ച് കപ്പാണ്, രണ്ടാം പാല് 5 കപ്പാണ് എടുത്തത്. ഈ തീ കൂട്ടി വെച്ച് കൊടുക്കാം. ഒന്ന് തിളയ്ക്കണം.
തീ കൂട്ടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ല തിളയ്ക്കുമ്പോൾ തീ കുറച്ച് കൊടുക്കാം. ഒന്ന് തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് ഇനി അത് തീ മീഡിയത്തിലോട്ടാക്കി കൊടുക്കാം. അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കുകയും വേണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. ഇത് ഒന്നാം പാലാണ്. 2 ഗ്ലാസ്സാണ് ഒന്നാം പാല്. ഒന്നാം പാലൊഴിച്ച് നല്ല വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല. തിള വരുമ്പോൾ തന്നെ ഇറക്കാം. ഇനി 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. ഇനി അടുപ്പ് ഓഫ് ചെയ്യാം. അടുപ്പ് ഓഫ് ചെയ്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിടാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തിടാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ല കഴുകിയെടുത്ത മുന്തിരിയാണ്. അണ്ടിപ്പരിപ്പ് ഇനി ഇത് കോരി എടുക്കും. കുറച്ച് ചക്കയും കൂടി വറുത്തിടും.
ശരിക്കും ഈ ചക്ക പായസത്തിന് ഏലക്കായുടെ ആവശ്യമൊന്നുമില്ല. ഏലക്ക അത്രയ്ക്ക് നല്ല ഒരു ചക്കയുടെ മണവും ഒക്കെയാണ്. അപ്പം ഏലക്ക പിന്നെ ഏലക്ക ഇട്ടാലല്ലേ പായസം ആവുള്ളൂ. അതുകൊണ്ടാണ് ഏലക്കാപ്പൊടി ചേർത്തത്. അല്ലെങ്കിൽ ഏലക്കായുടെ പോലും ആവശ്യമില്ല. നല്ല ചക്കയുടെ അടിപൊളി മണമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അണ്ടിപ്പരിപ്പ് മുന്തിരി ചക്ക വറുത്തതും കൂടി ഇട്ടു. തണുക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയാവും. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബും ചെയ്യണേ. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കണേ.